ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ റിവിഷൻ കഴിഞ്ഞു. MG യൂണിവേഴ്സിറ്റി BCom 6th സെമ്മിലെ ഓഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ, മീനിങ്, കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ പഠിച്ചു, റിവൈസ് ചെയ്തു. സോ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. വീഡിയോ കാണാത്തവർ എനിവേ പോയി കണ്ട് റിവൈസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോട്ട് ചെയ്യുക. ആ ഒരു ചാപ്റ്റർ പക്കാക്കി വെക്കുക. ദെൻ നമുക്ക് മൊഡ്യൂൾ 2 ആണ് നോക്കേണ്ടത്. ഈ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഓഡിറ്റ് എൻഗേജ്മെന്റ്, ഡോക്യുമെന്റ്സ് ആൻഡ് എവിഡൻസസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്താണ്, ഓഡിറ്റ് പ്ലാനിങ് എന്താണ്, അതുപോലെ തന്നെ ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് വർക്കിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിന് മുമ്പായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ട ഓഡിറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഓഡിറ്റ് ഫയൽസ്, വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് എവിഡൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ്, എങ്ങനെയാണ് ആ ഒരു ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സമയം കളയാതെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ആ ഒരു ഓഡിറ്റ് വർക്കിനെ തന്നെ നമുക്ക് ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്ന് മീൻ ചെയ്യാം. അതുപോലെ തന്നെ സ്പെസിഫിക്കലി ആ ഒരു ടേമിന്റെ മീനിങ് നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ്സ് എ റിട്ടൺ ലെറ്റർ ബൈ ദ ഓഡിറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോട്ടിഫൈ ദ ക്ലയൻറ്റ് ദറ്റ് ഹി ഹാസ് അക്സെപ്റ്റഡ് ഈ ഓഡിറ്റ് വർക്ക്, അല്ലെങ്കിൽ ഈ ഓഡിറ്റ് സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യാം എന്നുള്ള ഓഡിറ്റിൻ്റെ ഒരു അക്സെപ്റ്റൻസ്, ക്ലയൻറ്റിനെ നോട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ആ ഒരു ലെറ്ററിനെ, ഒരു റിട്ടേൺ ലെറ്ററിനെ നമുക്ക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് സ്പെസിഫിക്കലി ടേമിൽ നമുക്ക് മെയിൻ ചെയ്യാം. ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഓഡിറ്റ് വർക്കിന്, ഒരു കംപ്ലീറ്റ് ഓഡിറ്റ് വർക്കിനെ തന്നെയാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ ലെറ്റർ, ഒരു റിട്ടേൺ ലെറ്റർ ആർക്ക് കൊടുക്കുക? ക്ലയൻറ്റിന് കൊടുക്കുക. യെസ്. ദെൻ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം ക്ലയൻറ്റ് ആൻഡ് നമ്മുടെ ഓഡിറ്റർ വന്നിട്ട് ഒരു മീറ്റിങ്ങിലിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓഡിറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എപ്പോഴാണ്, ഏതൊക്കെ രീതിയിലാണ് ഓഡിറ്റ് പെർഫോം ചെയ്യേണ്ടത്, ഓൾസോ അതിനുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതും ഈ ഒരു മീറ്റിങ്ങിൽ എന്ത് ചെയ്യും? ഇവർ ഫൈനലൈസ് ചെയ്യും. ദെൻ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റിംഗ് ദ കൺട്രോൾസ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻസ് നെസസറി ആയിട്ടുള്ള, ഓഡിറ്റിങ്ങിന് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൽ എന്ത് ചെയ്യുക, അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു? ഒരു ഫോർമൽ ഓഡിറ്റ് റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഓഡിറ്റർ. അത് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യും. ആഫ്റ്റർ ഓഡിറ്റ് വർക്ക് ഒരു ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴത്തേനും, വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവരൊരു എക്സിറ്റ് മീറ്റിംഗ് കൂടി ഇരിക്കും. ആൻഡ് ഈ ക്ലയൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിൽ ഓഡിറ്ററിന് ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും. ദെൻ ഓഡിറ്റർ ആ ഒരു റിപ്പോർട്ട്സ്, ആ ഒരു റെക്കമെൻഡേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഇത്രയുമാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിലെ സ്റ്റെപ്സ് എന്നുള്ളത്. ഈസി അല്ലേ? ഫസ്റ്റ് വൺ, സെൻഡിങ് ലെറ്റർ ടു ദ ക്ലയൻറ്റ് ആൻഡ് ക്ലയൻറ്റിൻ്റെയും ഓഡിറ്ററിൻ്റെയും മീറ്റിംഗ്. ദെൻ പ്രൈമറി സർവേസ് നടത്തും. നമ്മൾ ആ ഒരു പോയിന്റ് നേരത്തെ ഡിസ്കസ് ചെയ്തില്ല, പ്രൈമറി സർവേസ് നടത്തും. പിന്നെ ടെസ്റ്റിംഗ് കൺട്രോൾസ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻസ്. ദെൻ ഒരു ഫോർമൽ ഡ്രാഫ്റ്റ് എന്തിനു വേണ്ടിയിട്ട്? ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സിറ്റ് മീറ്റിംഗ് ഇരിക്കും. ഓഡിറ്ററും ക്ലയൻറ്റും കൂടെ ഒരു എക്സിറ്റ് മീറ്റിംഗ് ഉണ്ടാവും. ആ എക്സിറ്റ് മീറ്റിങ്ങിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും? ക്ലയൻറ്റിന് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള റെക്കമെൻഡേഷൻസ്, കാര്യങ്ങൾ, കൺസേൺസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഒരു ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യും വെൻ ദ ഓഡിറ്റ് വർക്ക് കംസ് ടു ആൻ എൻഡ്. അപ്പം ഇത്രയുമാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു 5 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 to 6 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 6 മാർക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിങ്? എന്താണ് ഓഡിറ്റ് പ്ലാനിങ്? SA 300, അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ് എന്നുള്ളതാണ്. SA 300 എന്താണ് പറയുന്നത്? പ്ലാനിങ് ബൈ ദ ഓഡിറ്റർ മെയ്ഡ് എന്തിനു വേണ്ടിയിട്ട്? ടു എനേബിൾ ഹിം ടു കണ്ടക്ട് ആൻ എഫക്റ്റീവ് ഓഡിറ്റ് ഇൻ ആൻ എഫിഷ്യൻറ്റ് ആൻഡ് ടൈംലി മാനർ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട്, നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഓഡിറ്റിങ്ങിൻ്റെ കേസിലും കുറച്ചും കൂടി
എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ വേണ്ടി ടൈംലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിനുള്ളിൽ തീരുന്ന രീതിയിലുള്ള വർക്ക്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഓഡിറ്റ് പ്ലാനിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് ഇസ് ബേസ്ഡ് ഓൺ നോളജ് ഓഫ് ക്ലയൻസ് ബിസിനസ്. ക്ലയൻറ്റിൻ്റെ ബിസിനസ് ഏത് രീതിയിലുള്ളതാണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു ഓഡിറ്റ് പ്ലാന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവിടെയും ഉള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ വേരിയസ് മാറ്റേഴ്സ് ഐഡൻറ്റിഫൈഡ് ഇൻ ഓഡിറ്റ് സ്ട്രാറ്റജി. ഓഡിറ്റ് സ്ട്രാറ്റജി നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ഓഡിറ്റാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്ന് ഓഡിറ്റ് ആൻഡ് ക്ലയൻറ്റ് ഇരുന്ന് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് മാറ്റേഴ്സ് ഓഡിറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ്, ആപ്ലിക്കബിൾ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, അക്കൗണ്ടിങ് പോളിസീസ്, ക്ലയൻറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഡിറ്റ് വർക്കിൽ അല്ലെങ്കിൽ ഈ എൻറ്റയർ ഓഡിറ്റ് ആ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ ലെവൽ ഓഫ് നോളജ് ഓഫ് ക്ലയൻറ്റ് ബിസിനസ്, ക്ലയൻറ്റ് ബിസിനസ്സിൻ്റെ ആ ഒരു അറിവ്, ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിനെ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് അതിനുശേഷം മാത്രമേ നമുക്ക് അതിലൊരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അസസ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗെറ്റ് ദ എൻഗേജ്മെൻറ്റ് പാർട്ട്ണർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീം. ദെൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, പ്ലാൻ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്, ഓഡിറ്റ് പ്ലാൻ ഐഡിയലി ബിഗിൻസ്. ഇത്രയുമാണ് നമ്മുടെ ഓഡിറ്റ് പ്ലാനിങ്ങിലുള്ള സ്റ്റെപ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് എ റിവിഷൻ. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, നമ്മൾ റിപ്ലൈ തരുന്നുണ്ടാവും. സോ ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഓഡിറ്റ് പ്ലാനിങ്. നമുക്ക് ഇതിനകത്ത് അഡ്വാൻറ്റേജസ് എന്ന് തന്നെ നോട്ട് ചെയ്യാം. സ്റ്റെപ്സ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അസിസ്റ്റ് ഇൻ ദ സെലക്ഷൻ ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ്. ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ എത്ര ടീം മെമ്പേഴ്സ് വേണം, ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ ഓഡിറ്റ് പ്ലാന് ഒരു ബെനിഫിഷ്യലാണ്. ഓഡിറ്റ് പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് വർക്ക്, നമ്മൾ വൺസ് ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ അസൈൻ ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കേണ്ട വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതും എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഓഡിറ്റ് പ്ലാനിങ്ങിലൂടെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും. ഫെസിലിറ്റേറ്റ്സ് ദ ഡയറക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സ് അല്ല, ടീം മെമ്പേഴ്സ്. ഓക്കെ, ടീം മെമ്പേഴ്സ്. എൻഗേജ്മെൻറ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ആൻഡ് റിവ്യൂ ദെയർ വർക്ക്. നമ്മൾ ഒരു ഓഡിറ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു ഷെഡ്യൂള് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ടീം മെമ്പേഴ്സിൻ്റെയും ഓഡിറ്റ് വർക്ക് റിവ്യൂ ചെയ്യാനും അതിൻ്റെ ഒരു സൂപ്പർവിഷനും ഈസി ആക്കുന്നുണ്ട്. ദെൻ എന്താണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ടു എൻഷുർ അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ ഇൻ ഗിവൺ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺസ് ആ ഒരു ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് ഏരിയാസ്. ആ സിഗ്നിഫിക്കൻറ്റ് ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള അറ്റൻഷൻ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. വൈ ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ഓഡിറ്റ് പ്ലാൻ ഉള്ളത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Then it assists the auditor in identifying and resolving potential problems on a timely basis. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നെസസറി അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കോൺസിക്വൻസസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രോഡ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫ്രോഡ് കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ടൈംലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ടൈംലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ രീതിയിലും ഈ ഓഡിറ്റ് പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ് വർക്ക് ഡൺ ബൈ അതർ ഓഡിറ്റേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. അതുപോലെ തന്നെ അസിസ്റ്റ് ദ ഓഡിറ്റർ ഇൻ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പ്രോപ്പർലി.
ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റ് വർക്കിനെയാണ് നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഓഡിറ്റ് വർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓഡിറ്റ് പ്ലാനിങ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. സോ ഇത്രയും പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, ദെൻ ഓഡിറ്റ് പ്രോഗ്രാം അടുത്തൊരു ടേമാണ്. എന്താണ് ഓഡിറ്റ്? നമ്മളിപ്പോൾ ഏതൊക്കെ ടേം പഠിച്ചു? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു. അതുപോലെ തന്നെ ഓഡിറ്റ് പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജസും പഠിച്ചു. ഓക്കെ, ദെൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്ററിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം. ഇറ്റ്സ് എ റിട്ടൺ പ്ലാൻ കണ്ടെയ്നിങ് എക്സാക്ട് ഡീറ്റെയിൽസ് വിത്ത് റിഗാർഡ് ടു ദ കണ്ടക്ട് ഓഫ് പെർട്ടിക്കുലർ ഓഡിറ്റ്. ഓരോ പെർട്ടിക്കുലർ ഓഡിറ്റിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടുള്ള ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു പ്ലാനിനെയാണ്, ഒരു ആക്ഷൻ പ്ലാനിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം ഗീവ് ഡീറ്റെയിൽസ് ഓഫ് ഹൗ മച്ച് വർക്ക് ഈസ് ടു ബി ഡൺ, എത്രത്തോളം വർക്ക് ഉണ്ടാവണം, അതുപോലെ തന്നെ ടു ഹൂം എ പർട്ടിക്കുലർ, ഓരോരുത്തർക്കും ഏതൊക്കെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്, ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ടൈം ബൈ വിച്ച് വർക്ക് ഈസ് ടു ബി ഫിനിഷ്ഡ്, എത്ര സമയം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാക്ട് ഡീറ്റെയിൽഡ് ഒരു റിട്ടൺ പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് പ്രോഗ്രാമിന് 2 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, മെറ്റ്സും ഹോംസ്. മെറ്റ്സ് എന്താണ് പറയുന്നത് വെച്ചാൽ ആൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ വിത്ത് വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെൽ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വെച്ച് ഉള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് മെറ്റ്സ് പറയുന്നത്. ഹോംസ് എന്താണ് പറയുന്നത്? ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഇസ് എ ഫ്ലെക്സിബിൾ പ്ലാൻഡ് പ്രൊസീജിയർ ഓഫ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റിനെയാണല്ലോ, ഓഡിറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. സോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ പ്ലാൻഡ് ആണ്, ആൻഡ് അത് ഫ്ലെക്സിബിളും ആണെന്നാണ് ഹോംസ് പറയുന്നത്. സോ ഡെഫിനേഷനിൽ ഏതെങ്കിലും ഡിഫൈൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് പഠിച്ചിരിക്കുക. ഓക്കെ, ദെൻ എന്താണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്തിനാണ് ദ പേർപ്പസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം? ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നമ്മൾ മെയിനായിട്ട് ഒബ്ജക്റ്റീവ്, അതായത് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചാലാണ് നമുക്ക് ഈ ഒരു ആൻസർ വരുന്നത്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ടു ലൊക്കേറ്റ് എക്സാക്ട്ലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി ക്ലർക്ക്. എവറി ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എവറി സ്റ്റാഫ്, ഓരോ സ്റ്റാഫിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് പ്രോഗ്രാം. ദെൻ ടു എൻഷുർ എവറി പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ഹാസ് ബീൻ ഇൻക്ലൂഡഡ്. നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്, ഒരു ആക്ഷൻ പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിലൂടെ എല്ലാ ഏരിയ ഓഫ് ഓഡിറ്റ് വർക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ഏരിയയിലും വേണ്ട നെസസറി എന്താ പറയുക കോൺസെൻട്രേഷൻ പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതും ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ എന്താണ്? ടു എലിമിനേറ്റ് ദ ചാൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാക്ട് ഒരു റിട്ടേൺ പ്ലാൻ ഉള്ളപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഓഡിറ്റ് പ്രോഗ്രാമിന് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓൺ ദ വർക്ക് ടു ബി ഡൺ. ഓക്കെ, ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഉള്ളപ്പോൾ അതിലൊരു എന്താ പറയുക ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ കുറച്ചും കൂടെ ഈസി ആക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കുന്നു എന്ന് നമുക്ക് പറയാം. ടു റിവ്യൂ ദ പ്രോഗ്രസ് ഓഫ് ഓഡിറ്റ് വർക്ക് ബൈ ദ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് നമുക്ക് റിവ്യൂ ചെയ്യാൻ നടന്നു പോകുന്ന ഓഡിറ്റ്, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, സൂപ്പർവിഷൻ ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്ത് കറക്റ്റ് റിവ്യൂ ഒക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്ലാൻ അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആണ്. സെർവ് ആസ് എ മീൻസ് ടു കൺട്രോൾ ദ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക് ഇത് തന്നെയാണ് നമ്മൾ 2-3 പോയിന്റിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു ഓഡിറ്റ് വർക്കിൻ്റെ എല്ലാ പാർട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുമ്പോൾ, ഓരോ സ്റ്റാഫിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ എക്സാക്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്ത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നമുക്കൊന്ന് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത് ഇത്രയും നേരം?
ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് പെർഫോം ചെയ്യുന്ന ഒരു ഓഡിറ്റ് വർക്ക് തന്നെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ റിട്ടൺ ലെറ്റർ ബൈ ദ ഓഡിറ്റർ ടു ആർക്ക് ക്ലയൻറ്റിന് എന്തിന് നോട്ടിഫൈ ചെയ്യുന്നു, എന്താ ഈ ഓഡിറ്റ് സർവീസ് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ഓഡിറ്റ് വർക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലേ. അതിലെ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചിരുന്നു. ദെൻ ഓഡിറ്റ് പ്ലാനിങ് എന്താണെന്നുള്ളത്. ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എനേബിൾ ഹിം ടു കണ്ടക്ട് ആൻ എഫക്റ്റീവ് ഓഡിറ്റ് ഇൻ എ ടൈംലി മാനറിൽ ഒരു എഫക്റ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഓഡിറ്റ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓഡിറ്റ് പ്ലാനിങ്ങിലെ സ്റ്റെപ്സ് ആണ് കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത്. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓഡിറ്ററിൻ്റെ പ്ലാൻ ഓഫ് വർക്ക്, ആക്ഷൻ പ്ലാൻ ഓഫ് വർക്ക് ആണ്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ഓരോ വർക്കും ഇൻ ഡീറ്റെയിൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻഷുർ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഏതൊക്കെ വർക്കാണ് ചെയ്യേണ്ടത്, ആ വർക്കിന് എത്ര സമയം എടുക്കും, എത്ര ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് വർക്ക് എന്ന് മെറ്റ്സ് പറയുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ അടുത്തൊരു ഡെഫിനേഷൻ പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം ഇസ് എ ഫ്ലെക്സിബിൾ പ്ലാൻഡ് പ്രൊസീജിയർ ഓഫ് എക്സാമിനേഷൻ എന്നാണ് ഹോംസ് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡും ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്. നമ്മൾ ഹോംസ് പറഞ്ഞതുപോലെ ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ പ്ലാൻഡ് പ്രൊസീജിയർ ഓഫ് എക്സാമിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. ഫിക്സഡ് എന്താണെന്ന് നോക്കിയേ. ഫിക്സഡ് എന്ന് പറയുന്നത് ഇസ് പ്ലാൻഡ് ആൻഡ് എ ഡീറ്റെയിൽഡ് പ്രോഗ്രാം ഓഫ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഇറ്റ് പ്രിസ്ക്രൈബ്സ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഡ്യൂറിങ് ആൻ ഓഡിറ്റ് വർക്ക്. അത് ടൈലർ മെയ്ഡ് ആസ് ഇറ്റ് ഫോളോസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ്. And flexible എന്താണ്? It does not prescribe exact audit procedure to be followed. ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രൊസീജിയർ, ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്, ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നില്ല. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്? skeleton form of audit program. It allows the auditor to develop and adapt and modify the program according to the need of the situation അനുസരിച്ച് ഓഡിറ്റ് ആ ഒരു പ്രോഗ്രാമിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്കെൽട്ടൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് പറയാം. ആ ഒരു രീതിയിലുള്ള ഓഡിറ്റ് പ്രോഗ്രാമിനെയാണ് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്നാൽ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈലർ മെയ്ഡ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് വൺ ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും ഇൻ ഡീറ്റെയിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകേണ്ട ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെയാണ് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഓഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡെവലപ്പ് ചെയ്ത് ചേഞ്ചസ് വരുത്തേണ്ടടുത്ത് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. സോ അഡ്വാൻറ്റേജസ്, നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഇനി അഡ്വാൻറ്റേജസ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഓഡിറ്റ് വർക്കിന് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. To help to locate exactly the responsibility of every clerk of the audit staff. നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഓരോ ഓഡിറ്റ് സ്റ്റാഫിൻ്റെയും വർക്ക് എന്ത് ചെയ്യുക, സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ എൻഷുവേഴ്സ് ദ ഓഡിറ്റർ ടു നോ അബൌട്ട് ദ പ്രോഗ്രസ് ഓഫ് വർക്ക് ഡൺ ബൈ ഹിസ് സ്റ്റാഫ്. അതും നമ്മൾ ഒബ്ജക്റ്റീവിൽ പറഞ്ഞിട്ടില്ല, ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പോയിന്റ് ഇയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ടു റിവ്യൂ ദ പ്രോഗ്രസ് ഓഫ് ഓഡിറ്റ് വർക്ക് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർ ചെയ്തിട്ടുള്ള വർക്കിനെ റിവ്യൂ ചെയ്യാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ത് ഓഡിറ്റ് പ്രോഗ്രാം. ആ ലക്ഷ്യം എനിവേ സാറ്റിസ്ഫൈ ആവും. അപ്പോൾ അതെന്താവും? ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറും. സോ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഗ്രസ് ഓഫ് വർക്ക് കിട്ടും എന്നുള്ളത് എൻഷുർ ചെയ്യും, ഓഡിറ്ററിന് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ സിൻസ് ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓൾ ദ ഡീറ്റെയിൽസ് ഇൻവോൾവ് ഇൻ വർക്ക്, നോ പോർഷൻ ഓഫ് വർക്ക്. നമ്മൾ ഒരു പാർട്ടും എല്ലാ പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തത്. അങ്ങനെയാണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചത്. സോ അത് സാറ്റിസ്ഫൈ ആവുന്നു, അതും എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ദ സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി. അതുപോലെ തന്നെ പോസിബിലിറ്റി ഓഫ് എറർ അല്ലെങ്കിൽ നെഗ്ലിജൻസ് അവോയ്ഡ് ചെയ്യുന്നു. കണ്ടിന്യൂറ്റി ഇൻ ദ ഓഡിറ്റ് വർക്ക്, കണ്ടിന്യൂറ്റി എനേബിൾ ചെയ്യുന്നു. ദെൻ എന്താണ് നമ്മൾ പറഞ്ഞ ഓഡിറ്റ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾഡ് ടൈമിനുള്ളിൽ
ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവുന്നു എന്ന് എൻഷുർ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഓഡിറ്റ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ബൈ വേരിയസ് ഓഡിറ്റ് സ്റ്റാഫ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ഓഫ് വർക്ക്. കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ യൂണിഫോം ആയിട്ട് ഓഡിറ്റ് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it enables auditor to proceed well with the same set of program in subsequent audit. Subsequent audit ഇതേ നേച്ചറിലുള്ള ഇനി വരുന്ന ഓഡിറ്റുകളിലും ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓഡിറ്ററിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിഫോർ ഫൈനലൈസിങ് ദ റിപ്പോർട്ട് ഇറ്റ് ഹെൽപ്സ് ഓഡിറ്റർ ഫൈനൽ റിവ്യൂ. ഒരു ഫൈനൽ റിപ്പോർട്ടിന് മുമ്പായിട്ട് ഇത്രയും നടന്ന ഒരു ഓഡിറ്റ് വർക്കിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ എടുക്കാനായിട്ട് ഈ ഓഡിറ്റ് പ്രോഗ്രാം ആരെ ഹെൽപ്പ് ചെയ്യും? ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജസും ഉറപ്പായിട്ട് ഉണ്ട്. സോ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫ് മേ ബിക്കം എങ്ങനെ മെക്കാനിക്കൽ, അല്ലെങ്കിൽ നെസസറി ചേഞ്ചസ് വരുത്താൻ പറ്റാത്ത രീതിയിൽ അവർ ഒരു റിജിഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഏത് രീതിയിലുള്ള ഓഡിറ്റ് പ്രോഗ്രാമിലാണ് ഇങ്ങനൊരു ചാൻസ് ഉണ്ടാവുക, ഇങ്ങനൊരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞിരുന്നു ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ബട്ട് അതിനൊരു എന്താ പറയുക സൊല്യൂഷനാണ് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. സോ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റ് സ്റ്റാഫ് മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യും. എന്തെങ്കിലും നെസസറി ചേഞ്ചസ് സിറ്റുവേഷൻ അനുസരിച്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ പോസിബിൾ ആവില്ല എന്നുള്ളൊരു റീസൺ ആണ്. Then, audit staff do not get sufficient opportunities to show their intelligence and initiative. They have to proceed according with ഇതും ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, then audit program cannot be taken into account every minute work involved in the course of audit. നമ്മൾ പറഞ്ഞു ഓരോ ഏരിയ ഓഫ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ എന്താ പറയുക മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ ഓരോ അവേഴ്സിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഓഡിറ്റ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആവുന്നില്ല എന്നുള്ളത് മറ്റൊരു. റിജിഡ് ഓഡിറ്റ് പ്രോഗ്രാം കനോട്ട് ബി ലേ ഡൗൺ ഫോർ ഓൾ ടൈപ്സ് ഓഫ് എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ്സിലും ഇതെന്താവില്ല? പോസിബിൾ ആവില്ല എന്നുള്ളത് അടുത്തൊരു ലിമിറ്റേഷൻ. ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് കെയർലെസ് ഓഡിറ്റ് സ്റ്റാഫ് മേ ട്രൈ ടു കൺസീൽ വീക്ക്നെസ് ആൻഡ് ഡിഫക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു റിജിഡ് ഫോം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റിംഗ് സ്റ്റാഫ് അവരുടെ ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ വീക്ക്നെസ് കൺസീൽ ചെയ്യാനുള്ള ചാൻസും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അടുത്തൊരു ലിമിറ്റേഷൻ. ഓഡിറ്റ് പ്രോഗ്രാം കെൻ ബി ഇൻകംപ്ലീറ്റ് ആൻഡ് സർട്ടൻ ഐറ്റംസ് മേ ബി ലെഫ്റ്റ് ഫ്രം ബീയിങ് ചെക്ക്ഡ്. ഓഡിറ്റ് പ്രോഗ്രാം സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽഡ് പ്ലാനിൽ എന്തെങ്കിലും മിസ് ഔട്ട് ആയാൽ പിന്നെ ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത് മിസ് ഔട്ട് ആകും എന്നുള്ളത് കൺഫേം ആണ്. ഓഡിറ്റ് അവിടെ ഒരു ചാൻസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ലിമിറ്റേഷനാണ് പറയുന്നത്. For small business units, it would be necessary to prepare a program. The small firm cannot take the advantages of audit program. So, ഈ ഒരു 6 പോയിന്റ്സ് ആണ്. 7ാമത്തെ പോയിന്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 6 പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് വെക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ലിമിറ്റേഷൻസിനൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ലിമിറ്റേഷൻസിന് പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് ഓഡിറ്റ് പ്രോഗ്രാമിന് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇതാണ് നമ്മൾ മെയിനായിട്ട് റിജിഡായിട്ട് നിൽക്കുമ്പോൾ അതിൽ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റാത്തപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അവിടെ ലിമിറ്റേഷൻസ് നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് സ്റ്റാഫിന് അവരുടെ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ എടുക്കാനുള്ള ചാൻസ് അവിടെ നഷ്ടമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ വീക്കായിട്ടുള്ള സ്റ്റാഫൊക്കെ ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ മേൽ അവരുടെ വീക്ക്നെസ് കൺസീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഓഡിറ്റ് പ്രോഗ്രാമിൽ എന്തെങ്കിലും മിസ്സിങ് വന്നാൽ പിന്നെ ഓഡിറ്റ് വർക്ക് അത് ആ ഒരു കാര്യം എൻ്റയർലി മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദെൻ എവറി മിനിറ്റ് വർക്ക് ഇൻവോൾവ് ഇൻ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് ഓഫ് എ ബിസിനസ് ഓഡിറ്റിൻ്റെ എല്ലാ മിനിറ്റിലും നടക്കുന്ന വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് നമ്മൾ റിയൽ ലൈഫിൽ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട്, ബട്ട് തിയററ്റിക്കലി നമ്മൾ ഫോർ ദ പേർപ്പസ് ഓഫ് മാർക്സ് നമുക്കിത് പോയിന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ
പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്. ഒരു ഓഡിറ്റിന് മുമ്പായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്, ദെൻ എത്തിക്കൽ ക്ലിയറൻസ് ഫ്രം പ്രീവിയസ് ഓഡിറ്റർ. ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ പുതിയ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കേസാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് ആൻഡ് നമ്മുടെ പഴയ ഓഡിറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എത്തിക്കൽ ക്ലിയറൻസ്. ദെൻ സ്കോപ്പ് ഓഫ് വർക്ക് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ബിസിനസ് എന്താണെന്ന് പഠിച്ചിരിക്കണം, ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് പഠിച്ചിരിക്കേണ്ടത് ഓഡിറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു പ്രിപ്പറേഷനാണ്. ദെൻ നോളജ് അബൌട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. ബിസിനസ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളതിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻക്ലൂഡഡ് ആവും. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയുള്ളതാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്തുണ്ടാവണം, നോളജ് ഉണ്ടാവണം എന്നുള്ളതും ഈ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇൻഫർമേഷൻ അബൌട്ട് റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ്, ഇൻഫർമേഷൻ അബൌട്ട് ഇന്റേണൽ ചെക്ക് ഇൻ ഓപ്പറേഷൻ, ഡ്യൂട്ടീസ് ഓഫ് ക്യാഷ്യർ, ഇയേഴ്സ്, സ്റ്റഡി ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക നോക്കി വെക്കുന്നത്, ഒന്ന് പഠിച്ചു വെക്കുന്നത് പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇൻസ്ട്രക്ഷൻ, ക്ലയൻറ്റിന് നെസസറി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ബിഫോർ ഓഡിറ്റ് തന്നെ ആര് കൊടുക്കണം, ഓഡിറ്റർ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഓഡിറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യേണ്ടതും ബിഫോർ ഒരു ഓഡിറ്റ് വർക്ക് നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, അതായത് ഒരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 14 പോയിന്റ്. യെസ്, ദെൻ വി ആർ മൂവിങ് ടു ഓഡിറ്റ് ഫയൽസ്. ഓഡിറ്റ് ഫയൽസ് എന്താണെന്ന് നോക്കാം. രണ്ട് രീതിയിലുള്ള ഓഡിറ്റ് ഫയൽസ് ഉണ്ട്, പെർമനൻറ്റും ഉണ്ട്, കറണ്ടും ഉണ്ട്. പെർമനൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു ഫിനാൻഷ്യൽ ഹിസ്റ്ററി, നേച്ചർ ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻ, ലീഗൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, MOA, അതുപോലെ തന്നെ AOA, റെക്കോർഡ് ഓഫ് സ്റ്റഡി ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കറസ്പോൺസ് വിത്ത് ദ ക്ലൈൻറ്റ്, സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഒബ്സർവേഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ്. ഇതൊക്കെയാണ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കറണ്ട് ഓഡിറ്റ് ഫയൽസിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ. കണ്ടെയ്ൻസ് ഇൻഫർമേഷൻസ് പ്രൈമർലി യൂസ്ഫുൾ ഫോർ ദ കറണ്ട് ഓഡിറ്റ്. കറണ്ട് ഓഡിറ്റിന് എന്താ പറയുക, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഓഡിറ്റിന് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഫയൽസ് ആയിരിക്കും കറണ്ട് ഓഡിറ്റ് ഫയലിൽ ഉണ്ടാവുക. ഡ്രാഫ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയല്ലേ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മൾ ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. സോ ഡ്രാഫ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഷെഡ്യൂൾസ് ഫോർ സപ്പോർട്ടിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് ബിഫോർ ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ആ ഒരു ഓഡിറ്റ് പ്രോഗ്രാമും കറണ്ട് ഓഡിറ്റ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യമാണ്. ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റനെയർ, കൺഫർമേഷൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബാങ്ക്, അതുപോലെ തന്നെ ഡെറ്റേഴ്സ് ആൻഡ് അതർ റെലവൻറ്റ് ഓർഗനൈസേഷൻ റിഗാർഡിംഗ് ഐറ്റംസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് അവരുടെ ഒരു കൺഫർമേഷൻ, അതും കറണ്ട് ഓഡിറ്റ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാറ്ററാണ്. ആൻഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്വയറീസ് റേസ്ഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. സോ ഇത്രയുമാണ് ഓഡിറ്റ് ഫയൽസ്, അല്ലെങ്കിൽ ഏത് രണ്ട് രീതിയിലുള്ള ഓഡിറ്റ് ഫയൽസിൽ കറണ്ട് ഓഡിറ്റ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി. പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിൽ എന്തൊക്കെ കാര്യങ്ങൾ. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഫോർ ലോങ് ടൈം നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം, ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷമായിട്ട് റിലേറ്റ് ചെയ്താണ് മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കറണ്ട് ഓഡിറ്റ് ഫയൽ ഇനി നടക്കാൻ പോകുന്ന ഓഡിറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ഫയൽസ് കാര്യങ്ങളൊക്കെയാണ് കറണ്ട് ഓഡിറ്റ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്താണ്? Audit working papers അല്ലെങ്കിൽ document and papers which consist of details about accounts which are under audit. The auditor note down certain important facts and details about the accounts in these papers. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിലായിരിക്കും ഒരു ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് വർക്കിന് റെലവൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നുള്ളത്. ആൻഡ് ഈ ഓഡിറ്റ് വർക്കിംഗ് ഫയൽസ് എന്ന് പറയുന്നത് ആരുടെ ഓണർഷിപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ വ്യൂ ഓഫ് ICAI, ആരാണ്? ICAI, വർക്കിംഗ് പേപ്പേഴ്സ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആരുടെ? ഓഡിറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്? ICAI പറയുന്നത്. ഹെൻസ് എന്തുകൊണ്ടാണ്? ഹെൻസ് ദ ഓഡിറ്റർ ഷുഡ് അഡോപ്റ്റ്
reasonable procedure for their custody and confidentiality, shall retain them for sufficient period of time. സഫീഷ്യൻ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിലേക്ക് തന്നെ അത് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം, റീറ്റെയിൻ ചെയ്യണം, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് സേഫ് കസ്റ്റഡിയിൽ വെക്കണം എന്നുള്ളതൊക്കെ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ആര് പറയുന്നത്, ICA പറയുന്നത്. ബട്ട് ഹൗവർ ഈ ഒരു ഓണർഷിപ്പ് റിഗാർഡിംഗ് ആയിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സി കേസുകൾ ഉണ്ടായിരുന്നു, 2 കേസിലും ഉണ്ടായിരുന്നു. സൊക്കോക്കിൻസിക്കി വേഴ്സസ് ബ്രൈറ്റ് ഗ്രഹാം ആൻഡ് കമ്പനി 1938. നെക്സ്റ്റ് വൺ ചാന്ദ്രെ മാർട്ടിൻ ആൻഡ് കമ്പനി വേഴ്സസ് മാർട്ടിൻ എന്നുള്ള ഈ 2 കേസ് ലോസ് ആയിരുന്നു ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഫ് കോഴ്സ് അത് ആരായിരിക്കും, ദ അതർ വൺ ഹു ക്ലെയിം ദാറ്റ് ക്ലൈൻ്റ് ആയിരിക്കും, ആ ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് ആയിരിക്കും, ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ക്ലൈൻ്റ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ക്ലയൻറ്റിൻ്റെതാണെന്ന് ക്ലയൻറ്റ് പറയും, ഓഡിറ്ററിൻ്റെതാണെന്ന് ഓഡിറ്റർ പറയും. ഈ 2 കേസാണ്. ഇങ്ങനെ വന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള 2 കേസിലുള്ള. ഈ 2 കേസിലും വിധി വന്നിട്ടുള്ളത് ഓഡിറ്ററിൻ്റെ വർക്കിംഗ് ഓണർഷിപ്പിലുള്ള കാര്യമാണ് ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് എബോവ് ജഡ്ജ്മെൻറ്റ്സ് ഫോളോയിങ് കൺക്ലൂഷൻസ് ആർ മെയ്ഡ്. ഓഡിറ്റർ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദ വർക്കിംഗ് പേപ്പേഴ്സ് പ്രിപ്പയർഡ് ബൈ ഹിം when he corresponds on behalf of his client. Okay, ഈ പോയിന്റ് ഇവിടെ ഉള്ളതല്ല. Okay, however, when he corresponds on behalf of his client, he is acting as an agent. രണ്ടാമത്തെ ഒരു എന്താ പറയുക, ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓഡിറ്റർ എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് പേപ്പർ റൈറ്റ്ഫുള്ളി ബിലോങ് ടു ക്ലയൻറ്റ് എന്നുള്ളതാണ് അടുത്ത ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട്. 2 പേർക്കും അതിന് മേലൊരു അവകാശമുള്ളതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ICAയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ആരുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്, ഓഡിറ്ററിൻ്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ സേഫ് കസ്റ്റഡി ആയിക്കോട്ടെ, അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ആയിക്കോട്ടെ, അതിൻ്റെ റിട്ടൻഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ICA പറയുന്നത്, ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് ICA പറയുന്നത്. സോ ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അർണോൾഡ് W. ജോൺസൺ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ചോദിച്ചാൽ, ഇറ്റ്സ് എ റിട്ടേൺ മെറ്റീരിയൽ വിച്ച് ആൻ ഓഡിറ്റർ പ്രിപ്പയർസ് ഫോർ ഈച്ച് ഓഡിറ്റ്. ഓരോ ഓഡിറ്റിന് വേണ്ടിയിട്ടും ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന റിട്ടേൺ ആയിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ്. ദേ ഡിസ്ക്രൈബ് പ്രൈവറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഹി റിസീവ്സ് ഫ്രം ഹിസ് ക്ലയൻറ്റ്, മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ യൂസ്, ഹിസ് കൺക്ലൂഷൻസ് ആൻഡ് റീസൺസ് ദെയർഫോർ, കൺക്ലൂഷൻസിൻ്റെ റീസൺസ് ആൻഡ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓരോ ഓഡിറ്റിന് വേണ്ടിയിട്ടും ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ റിട്ടേൺ മെറ്റീരിയലാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അതിനകത്ത് എന്തൊക്കെയുണ്ടാവും, പ്രൈവറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, ക്ലയൻറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടാവും, ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് എന്നുള്ളത് അതിലുണ്ടാവും. ആൻഡ് ആ ഓഡിറ്റിൽ വന്നിട്ടുള്ള കൺക്ലൂഷൻസ് എന്താണ്, ആ കൺക്ലൂഷൻസിൻ്റെ റീസൺസ് എന്താണ് എന്നുള്ളതും അതിലുണ്ടാവും. ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് അർണോൾഡ് W. ജോൺസന്റെ ഡെഫിനേഷൻ എന്നുള്ളത്. സോ നോട്ട് ചെയ്ത് വയ്ക്കാം, നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതിൻ്റെ ഡെഫിനേഷൻ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ എന്തൊക്കെ കണ്ടൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഡ്രാഫ്റ്റ് കോപ്പീസ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പീസ് ഉണ്ടാവും. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഉണ്ടാവും. അക്കൗണ്ടിങ് അനാലിസിസ് ഷെഡ്യൂൾസ് ഫോർ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ സമ്മറീസ് ഓഫ് ഡേറ്റ, റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, certificates of official comments, copies of correspondence between auditors, debtors, creditors and bank, detailed schedule of items like depreciation, inventories, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഷെഡ്യൂള്, പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ട് അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വയറീസ് വന്നിട്ടുള്ളത് ആൻഡ് അതിന് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ അലോങ് വിത്ത് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാമും എവിടെയുള്ളതാണ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിലുള്ള ഒരു കണ്ടന്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ എന്തിനു വേണ്ടിയിട്ട്, ഒരു ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദേ റെപ്രസെൻറ്റ് ദ വോളിയൂം ഓഫ് വർക്ക് ഡൺ ബൈ ഓഡിറ്ററും ഓഡിറ്റർ സ്റ്റാഫും ചെയ്തിട്ടുള്ള വർക്കിൻ്റെ വോളിയം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്ത് നോക്കിയാൽ മതി, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് നോക്കിയാൽ മതി. ആൻഡ് അതുപോലെ തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ഷോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡെറൻസ് ടു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് യൂസ്ഫുൾ ആസ് എവിഡൻസ് അഗെയിൻസ്റ്റ് ദ ചാർജസ് ഓഫ് നെഗ്ലിജൻസ് ലെവൽഡ് അഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ.
ഓഡിറ്ററിന് എഗെയിൻസ്റ്റ് വരുന്ന എന്തെങ്കിലും എന്താ പറയുക കേസസ് അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ നെഗ്ലിജൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കേസുകൾ വരുമ്പോഴത്തേക്കിനും അതിന് ഒരു എവിഡൻസ് ആയിട്ട് കാണിക്കാം. ഞാൻ ഇന്ന വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലോ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ പേർപ്പസ് ആണ്. ദേ ആക്ട് ആസ് എ ഗൈഡ് ഫോർ സബ്സിക്വൻറ്റ് എക്സാമിനേഷൻ. സബ്സിക്വൻ്റ്ലി അതിന് എക്സാമിനേഷൻ നടത്തേണ്ടി വരുമ്പോൾ അതിനൊരു ഗൈഡായിട്ട് നിൽക്കുന്നു. Then they assist the auditor in coordinating and organizing the work of audit clerk. Audit clerksന്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനായിട്ടും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ക്ലയൻറ്റും ഓഡിറ്ററും തമ്മിൽ ഒരു ഓണർഷിപ്പിന് ഒരു ഡിസ്പ്യൂട്ട് വന്നത് അവിടെ. ഇനി വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ഒരു എസെൻഷ്യൽസ് ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ വർക്കിംഗ് പേപ്പർ good and enough ആവുന്നത്. The working paper should be properly organized and arranged. Proper organized ആയിരിക്കണം, arranged ആയിരിക്കണം. Simple. Filed and numbered. ഫയൽ ചെയ്തിട്ടുണ്ടാവണം, നമ്പർ ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രോപ്പർ നമ്പറിങ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. they should fully reflect the information decided. അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫുള്ളി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവണം എന്നുള്ളതാണ്. ഓൺലി എസെൻഷ്യൽ ഡേറ്റാസ് മാത്രം മതി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നെസസറി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് എല്ലാം ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസിൻ്റെ മാത്രം ഫുൾ ഇൻഫർമേഷൻ മതിയാവും. ഓൺലി റെലവൻറ്റ് ഡീറ്റെയിൽസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എസെൻഷ്യൽ ഡേറ്റ മാത്രം മതി, റെലവൻറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു എവ്രി വൺ. ആര് നോക്കിയാലും ആർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിന് മറ്റൊരു എസെൻഷ്യൽ ഫീച്ചർ എന്നുള്ളത്. സോ 6 ഫീച്ചേഴ്സ് ഉണ്ട്. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ഇത് 6 പോയിന്റ് നോട്ട് ചെയ്യുക. എന്തൊക്കെയായിരുന്നു? പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിരിക്കണം, അറേഞ്ച്ഡ് ആയിരിക്കണം, അത് ഫയൽഡ് ആയിരിക്കണം, നമ്പേർഡ് ആയിരിക്കണം. അതിനകത്ത് ഫുള്ളി റിഫ്ലക്റ്റ് ഇൻഫർമേഷൻ ഡിസൈഡ്, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് മാത്രം മതി. അതുപോലെ തന്നെ റെലവൻറ്റ് ഡീറ്റെയിൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അണ്ടർസ്റ്റാൻഡബിൾ ടു എവ്രി വൺ. ഇത്രയുമാണ് എസെൻഷ്യൽസ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ഈ 6 പോയിന്റ്സ് ചെയ്ത് സ്കോർ ചെയ്യാം. യെസ്. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റ് എവിഡൻസ് എന്നുള്ളത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓഡിറ്റ് ഷുഡ് ഒബ്റ്റെയിൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ്. എങ്ങനെയാണ്? പെർഫോമൻസ് ഓഫ് കംപ്ലയൻസ് ആൻഡ് സബ്സ്റ്റാൻറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ ടു എനേബിൾ ഹിം, എന്തിനു വേണ്ടിയിട്ട്? ടു ഡ്രോ ദ റീസണബിൾ കൺക്ലൂഷൻ. വെറുതെ ഒരു കൺക്ലൂഷൻ അല്ല, ഒരു റീസണബിൾ കൺക്ലൂഷൻ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കണം. Therefrom on which to base his opinion on the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഓഡിറ്ററിൻ്റെ അല്ലെങ്കിൽ ഓരോ ഓഡിറ്റിങ്ങിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്നുള്ളത്. സോ ആ ഒരു പർപ്പസിൽ ഒരു റീസണബിൾ കൺക്ലൂഷൻ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ വേണം എന്നുള്ളതാണ് SAP 1, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് 1 പറയുന്നത്. The factors which may influence the auditor's judgment as to what is sufficient appropriate audit evidence. അതായത് ഒരു ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സഫീഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് മേ ഇൻഫ്ലുവൻസ് ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ് ആസ് ടു വാട്ട് ഇസ് സഫീഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസസ് എന്ന് ചോദിച്ചാൽ ഈ ഒരു 6 പോയിൻ്റാണ് എഴുതേണ്ടത്. അതായത് മെറ്റീരിയാലിറ്റി ഓഫ് ഐറ്റം. ഓരോ ഐറ്റം നമ്മൾ കളക്ട് ചെയ്യണം, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ്റെ ഒരു മെറ്റീരിയാലിറ്റി, ഇമ്പോർട്ടൻസ് എന്തുള്ളതാണെന്ന് നമ്മൾ ഫസ്റ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ എക്സ്പീരിയൻസ് ഗെയിൻ ഡ്യൂറിങ് പ്രീവിയസ് ഓഡിറ്റിലുള്ള എക്സ്പീരിയൻസ് അതിലൊരു ഫാക്ടറാണ്. റിസൾട്ട്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ്സ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് വിച്ച് മേ ഹാവ് ബീൻ ഡിറ്റക്റ്റഡ്.
ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ഇൻഫർമേഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, അതും ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ദ ട്രെൻഡ് ഇൻഡിക്കേറ്റഡ് ബൈ അക്കൗണ്ടിങ് റേഷ്യോസ് ആൻഡ് അനാലിസിസ് ആൻഡ് ഡിഗ്രി ഓഫ് റിസ്ക് ഓഫ് മിസ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിസ്ക്, അതിൻ്റെ ഡിഗ്രി എത്രത്തോളമാണ് എന്നുള്ളതും ഈ പറഞ്ഞ ഒരു ഫാക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫാക്ടേഴ്സ് വിച്ച് മേ ഇൻഫ്ലുവൻസ് ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ആസ് ടു വാട്ട് ഇസ് സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഓഡിറ്റ് എവിഡൻസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, ബേസ്ഡ് ഓൺ നേച്ചർ, അതുപോലെ തന്നെ സോഴ്സ്, അതുപോലെ തന്നെ കൺക്ലൂഷൻ ബേസിലും നമുക്ക് ഓഡിറ്റ് എവിഡൻസിനെ എന്ത് ചെയ്യാം? 3 ക്ലാസിഫൈ ചെയ്യാം. സോ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ദർ ഇസ് 3 ഓഡിറ്റ് എവിഡൻസ്, 3 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓറൽ ആണ്, ഓറൽ ഓഡിറ്റ് എവിഡൻസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വിഷ്വൽ, ദെൻ റിട്ടൺ. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ ചില ഇൻഫർമേഷൻസ് ആണ്, നമുക്ക് ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഐറ്റംസിൻ്റെ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസുകളെയാണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. ഓറലായിട്ട് നമുക്ക് ടെക്നിക്കലി ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ആൾ തരുന്ന ഒരു എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഓറൽ എവിഡൻസ് ആയിട്ട്, ആളിൽ നിന്ന് കേട്ട് എടുക്കുന്ന ഒരു എവിഡൻസ് ആണെങ്കിൽ ഒരു ഓറൽ എവിഡൻസ്. എന്തെങ്കിലും CCTV വിഷ്വൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, നേരിട്ട് പോയി ഒരു അസറ്റ് എക്സാമിൻ ചെയ്തൊക്കെ ഒരു വിഷ്വൽ ഓഡിറ്റ് എവിഡൻസ് ആണ്. ദെൻ റിട്ടേൺ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത്. ദെൻ ഓൺ ദി സോഴ്സിൻ്റെ ബേസിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ്, നമുക്ക് ഇൻറ്റേർണലി ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്യാം, ഓർഗനൈസേഷൻ അകത്ത് നിന്ന് ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേണലിൽ നിന്ന് നമുക്ക് ഒരു ഓർഗനൈസേഷന് പുറത്തു നിന്നും ഓഡിറ്റ് എവിഡൻസ് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. സോഴ്സിൻ്റെ ബേസിൽ 2 രീതിയിലാണ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അതുപോലെ തന്നെ കൺക്ലൂഷൻ്റെ ബേസിൽ പെർസ്വേസീവും ഉണ്ട്, കൺക്ലൂസീവ് ഓഡിറ്റ് എവിഡൻസും ഉണ്ട്. പെർസ്വേസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്ററിം ഓഡിറ്റ് എവിഡൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൺക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഓഡിറ്റ് എവിഡൻസിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ളതാണ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസസ് എന്നുള്ളത്. നമുക്ക് അധികം ഇൻ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചില്ല വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസസ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഒരു 1 സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ മാത്രമായിരിക്കും നെസസറി ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി ഓഡിറ്റ് എവിഡൻസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്, ഒരു ഓഡിറ്റ് എവിഡൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം എന്നുള്ളതും കൂടെ പഠിച്ചാൽ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ നമ്മുടെ മൊഡ്യൂൾ 2 കവർ ആവുകയാണ്. സോ ഫസ്റ്റ് വൺ, ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓഡിറ്റർ ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ അസറ്റ് ഓർ ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരു ഐറ്റത്തിൻ്റെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒതൻറ്റിസിറ്റി എത്രത്തോളമാണെന്ന് നേരിട്ട് കണ്ട് ഫിസിക്കലി എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് എന്താ ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഡോക്യുമെൻറ്റേഷൻ, അതായത് എക്സാമിനേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഒറിജിനൽ ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യാം? എക്സാമിൻ ചെയ്യാം. നമ്മൾ വാച്ചിങ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്, അത് ഈ പറഞ്ഞ സംഭവമാണ്. എക്സാമിനേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിന് എക്സാമിൻ ചെയ്യുന്നതിൻ്റെ പേരാണ് വാച്ചിങ് എന്നുള്ളത്. ഇതും ഓഡിറ്റ് എവിഡൻസിൻ്റെ ഒരു എന്താണ്? മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു വേ ആണ്. ആൻഡ് ഈ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത്? ടു കൺഫേം ദ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ജെനുവിനിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ്, ഓരോ ട്രാൻസാക്ഷൻ്റെയും ഒതൻറ്റിസിറ്റി അല്ലെ എത്രത്തോളം ആ ട്രാൻസാക്ഷൻ ജെനുവിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ എക്സാമിനേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫൈൻ വെദർ ദ ട്രാൻസാക്ഷൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആർ ഇനഫ്. ഓക്കെ, ടു എൻഷുർ വെദർ ദ ട്രാൻസാക്ഷൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലൊക്കെ വന്നിട്ടുള്ളത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, ഒരു എയിമാണ്. ടു കൺഫേം വെദർ ദ ഡോക്യുമെൻറ്റ് ഇസ് അരിത്തമെറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യണം. ടു എൻഷുർ വെദർ ദ ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ ആണ്, ക്ലാസിഫിക്കേഷൻ ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രോപ്പറായിട്ടാണോ എന്നുള്ളതും ഇത് ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ഓഫ് റിലയബിലിറ്റിയുടെ ബേസിൽ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കിട്ടാം. ചില എവിഡൻസ് അത്ര കോൺഫിഡൻ്റ് ആണ് അവരുടെ എവിഡൻസ് കിട്ടിയാൽ. ദെൻ മോർ റിലയബിൾ, ദെൻ റിലയബിൾ ഓൺലി ഇഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഇസ് എഫക്റ്റീവ്. ഇങ്ങനെ 4 രീതിയിലുള്ള എവിഡൻസസ് നമുക്ക് ഡോക്യുമെൻറ്റേഷനോട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും.
ദെൻ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺഫർമേഷൻ, റീകമ്പ്യൂട്ടേഷൻ, അതുപോലെ തന്നെ അനലിറ്റിക്കൽ റിവ്യൂ ടെക്നിക്ക്. അനലിറ്റിക്കൽ റിവ്യൂ ടെക്നിക്കിൽ കമ്പാരിറ്റീവും ഉണ്ട്, റിലേഷണൽ അനാലിസിസും ഉണ്ട്. ലാസ്റ്റ് വൺ ഇസ് റെപ്രസെൻറ്റേഷൻ ബൈ മാനേജ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഡോക്യുമെൻറ്റേഷൻ, ഡയറക്റ്റ് കൺഫർമേഷൻ, റീകമ്പ്യൂട്ടേഷൻ ആൻഡ് അനലിറ്റിക്കൽ റിവ്യൂ ടെക്നിക്. ദെൻ ലാസ്റ്റ് വൺ റെപ്രസെൻറ്റേഷൻ ബൈ മാനേജ്മെൻറ്റ്. സോ ഇത്രയുമായിരുന്നു നമ്മുടെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ടോപ്പിക്സ് എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഓഡിറ്റ് പ്ലാനിങ്, അതിൻ്റെ സ്റ്റെപ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഓൾസോ ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു 2 ദെൻ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 രീതിയിലുള്ള ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്, ഫിക്സഡും ഫ്ലെക്സിബിളും ഉണ്ട്. ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് ഓൾസോ അഡ്വാൻറ്റേജസിൻ്റെ കൂട്ടത്തിൽ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ദെൻ ഒരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് ഫയൽസ് 2 രീതിയിലുണ്ട്, പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽസും ഉണ്ട്, കറണ്ട് ഓഡിറ്റ് ഫയൽസും ഉണ്ട്. അതിൽ എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്. ദെൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, എന്താണ് ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, അത് ആരുടെ ഓണർഷിപ്പിലുള്ളതാണ്. അതിൽ 2 കേസ് ലോ ഉണ്ടായിരുന്നു. സോ ഫൈൻഡിങ്സ് എന്നുള്ളത് എന്തായിരുന്നു, ICAയുടെ ഫൈൻഡിങ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ വ്യൂ ഓഫ് ICA അത് ഓഡിറ്ററിൻ്റെ ഒരു ഓണർഷിപ്പിലുള്ള സംഭവമാണ് എന്നുള്ളതായിരുന്നു. ബട്ട് ജഡ്ജ്മെൻറ്റിൽ 2 രീതിയിലും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അർണോൾഡ് W. ജോൺസന്റെ ഒരു ഡെഫിനിഷൻ ഓൺ എന്താ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആൻഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി അല്ലെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത് നോക്കി. ദെൻ എസെൻഷ്യൽസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്ത് എസെൻഷ്യൽസ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ദെൻ ഓഡിറ്റ് എവിഡൻസ് എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഫാക്ടേഴ്സ്, ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പഠിച്ച ലാസ്റ്റ് ഓഡിറ്റ് എവിഡൻസിൻ്റെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ, സോഴ്സ് ആൻഡ് കൺക്ലൂഷൻ. ദെൻ മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്. ഇത്രയുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഈ മെത്തേഡ്സിൽ തന്നെ ഇൻ ബിറ്റ്വീൻ ഈ ഡോക്യുമെൻറ്റേഷനെ പറ്റി മാത്രം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അനലിറ്റിക്കൽ ആൻഡ് റിവ്യൂ ടെക്നിക്സ്, റിലേഷണൽ അനാലിസിസ് എന്തൊക്കെയാണെന്നുള്ള ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ് മൊത്തത്തിൽ ചോദിക്കാനും ഉള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ എല്ലാവരും മൊഡ്യൂൾ 1ഉം 2ഉം നന്നായിട്ട് റിവൈസ് ചെയ്യുക. സോ അടുത്ത് നമുക്ക് മൊഡ്യൂൾ 3യുടെ ക്ലാസ്സുമായിട്ട് കാണാം.